വിവിധ സംഘടനകളെ കേന്ദ്രീകരിച്ചെത്തിയിട്ടുള്ള നേതാക്കന്മാരെ, എന്നെ ശ്രമിക്കുന്ന നല്ലവരായ ജനാധിപത്യ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തുടനീളം മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇതുപോലെയുള്ള ധർണാ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഏറെ പ്രസക്തമായ പല ചർച്ചകളിലും നമ്മൾ കേൾക്കുന്ന പോലെ തന്നെ സച്ചാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടപ്പിലാക്കിയ അല്ലെങ്കിൽ കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ചില ദുർഗവിദ്യകൾ അത് പാഴായി പോയ ഒരു അവസ്ഥയിൽ ഈ ജനാധിപത്യ രാജ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ജനാധിപത്യ കേരളത്തിന്റെ സർക്കാരിന്റെ കണ്ണു തുറക്കുന്നതിനാവശ്യമായി മുസ്ലിം സമൂഹം ഒന്നടങ്കം ഇന്ന് പ്രതിഷേധ മേഖലയിലാണ്, പ്രതിഷേധ പരിപാടിയിലാണ്. ഈ സംഗമത്തിന് നമ്മൾ ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല. നമുക്കറിയാം, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് രാജ്യത്തെ ഒരു പ്രബല മതവിഭാഗത്തെക്കുറിച്ച് അഥവാ മുസ്ലിം ജനസംഖ്യ മുസ്ലിങ്ങളെ കുറിച്ച് ആധികാരികമായി പഠിച്ച് ഇന്ത്യയിലെ വിവിധ സർക്കാരുകൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഇന്ത്യ ഗവൺമെന്റിന് സമർപ്പിച്ച റിപ്പോർട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറെ മനോഹരമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്കാണ് കേരളത്തിൽ ആ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന സമയത്ത് മറ്റൊരു കമ്മീഷൻ വെച്ച് നമ്മളൊക്കെ പത്രവാർത്താ മാധ്യമങ്ങളിലൂടെ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ള പാലോളി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു പുതിയ കമ്മീഷനെ വെച്ചുകൊണ്ട് അതിനെ വികലമാക്കാൻ അന്നേ ശ്രമിച്ച ഇടതുപക്ഷം. അക്കാലത്ത് തന്നെ മുസ്ലിങ്ങളാദി പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലെ ചതിയെക്കുറിച്ച് അറിയുമായിരുന്നുവെങ്കിലും ഈ ബഹുസ്വര സമൂഹത്തിന് അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിക്കൊണ്ട് ആളുകൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ നമ്മളായിട്ട് കാരണക്കാരാവേണ്ട എന്ന് മുസ്ലിം രാഷ്ട്രീയ നേതൃത്വവും മുസ്ലിം സംഘടനാ പ്രാതിനിധ്യവും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ പതിറ്റാണ്ട് കാലത്തോളം ആ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ചർച്ചകൾ നടക്കാതെ പോയത്. ഇപ്പോൾ അതിലും വെള്ളം ചേർത്തുകൊണ്ട് ഈ ഒരു ബഹുസ്വര സമൂഹത്തില് ഏറെ ആപത്തായ രീതിയിൽ സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന രീതിയിൽ ചർച്ചകൾ കൊണ്ടുവന്ന് നേരത്തെ പറഞ്ഞ ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിനെ പോലും വെള്ളത്തിലാക്കുന്ന രീതിയിൽ മുസ്ലിങ്ങളായ പിന്നോക്ക വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യത്തെ തുടച്ചു നീക്കുന്ന രീതിയിൽ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ താറുമാറാക്കിയ ഘട്ടത്തിലാണ് സംസ്ഥാനത്തുടനീളം മുസ്ലിം രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും മുസ്ലിം സംഘടനാ നേതൃത്വത്തിന്റെയും ഒക്കെ ആഭിമുഖ്യത്തിൽ ഇതുപോലെ സമര പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നത്. എന്നെ ശ്രമിക്കുന്ന ഈ പരിപാടി ശ്രമിക്കുന്ന പൊതുജന സമൂഹം പറയേണ്ടത്, രാജ്യത്തെ വിവിധ വിഭാഗങ്ങളുടെ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നിരവധി കമ്മീഷനുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യത്തെ പട്ടികജാതിക്കാരായി കഴിഞ്ഞാലും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങളായി കഴിഞ്ഞാലും മുസ്ലിങ്ങളായിരുന്നാലും അവരെ കുറിച്ച് പഠിക്കുവാനും അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതിനും ആധികാരികമായിട്ട് ഗവൺമെന്റ് വെക്കുന്ന ഒരു കമ്മീഷൻ എന്ന് പറയുന്നത്, ആ കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ട് നടപ്പിലാക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. ആ കമ്മീഷൻ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച്, ഈ മുസ്ലിങ്ങളുടെ പിന്നാക്കാവസ്ഥയ്ക്ക് പരിഹാരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ സമയത്ത് അത് നടപ്പിലാക്കാതെ ആ മേഖലയിലേക്ക് ശ്രദ്ധിക്കേണ്ട പദ്ധതികളിൽ വെള്ളം ചേർത്തുകൊണ്ട് ഈ സമൂഹത്തെ വഞ്ചിക്കാൻ ശ്രമിച്ചവരോട് ഈ സമുദായം, ഈ സമൂഹം പൊറുക്കില്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് കണ്ണു തുറക്കുന്നതുവരെ ഈ സമര പരിപാടിയുമായിട്ട് മുസ്ലിം പിന്നോക്ക വിഭാഗം രംഗത്തുണ്ടാകുമെന്ന് ബോധ്യപ്പെടുത്തുന്നതിനാണ് ഗ്രാമാന്തരങ്ങളിൽ ഇതുപോലെയുള്ള കൂട്ടായ്മകൾക്ക് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നേരത്തെ നിങ്ങളെല്ലാവരും ഈ യൂത്ത് കോർഡിനേഷന്റെ ഭാഗമായിട്ട് മുസ്ലിം വിഭാഗങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റികളുടെ പ്രസ്താവനകളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. ഇന്ത്യയിലെ ഈ ബഹുസ്വര സമൂഹത്തിലെ ഒരു മൈനോറിറ്റി വിഭാഗത്തിന്റെ രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നു. പതിറ്റാണ്ടുകളായിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കെതിരെയും പോരാടിക്കൊണ്ട്, അത് മുസ്ലിം സമൂഹത്തിൽ നിന്നാണെങ്കിലും മുസ്ലിം ഇതര സമൂഹത്തിൽ നിന്നാണെങ്കിലും ഈ രാജ്യത്തിന്റെ പൊതു സ്വഭാവത്തിന് കോട്ടം തട്ടുന്ന ആരെയും ചോദ്യം ചെയ്തുകൊണ്ടുള്ള നീണ്ട പതിറ്റാണ്ടുകളുടെ രാഷ്ട്രീയ പ്രവർത്തനമാണ് മുസ്ലിം ലീഗ് കാഴ്ചവെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള മുസ്ലിം ലീഗ് ഒരു സമുദായത്തിന് നേരെ, ഒരു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട പദ്ധതികളെ പോലും തൂത്തെറിയപ്പെടുന്ന ഒരു ഘട്ടത്തിൽ അതിനെതിരെ രംഗത്ത് വന്ന് അതിനെതിരെയുള്ള സമരത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഇവിടുത്തെ മുഖ്യധാര മതസംഘടന
സംഘടനയിൽപ്പെട്ട മുഴുവൻ നേതൃത്വങ്ങളും ആ ഒരു നീക്കുപോക്കിനോട് ആ ഒരു സമരരംഗത്ത് മുൻനിരയിലുണ്ട് എന്നുള്ള വസ്തുത നമ്മയെല്ലാം അഭിമാനം കൊള്ളിക്കുകയാണ്. ഇപ്പോഴല്ലെങ്കിൽ എപ്പോഴാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്? നമുക്കൊരു സംഘടനാ സ്വഭാവവും ഒരു സംഘടനാ പ്രവർത്തനവും ഈ ജനാധിപത്യ രാജ്യത്ത് അത് മതമേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയാണെങ്കിലും ഉണ്ടെങ്കിൽ അതത് സമുദായത്തിന് ഗുണം കിട്ടേണ്ട ഒരു അവസരത്തിൽ പോലും പിന്തിരിഞ്ഞു നടക്കുന്ന സ്വഭാവക്കാരാണ് എങ്കിൽ പിന്നെ സമൂഹ ഐക്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സാമുദായിക ഉന്നമനത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന് എന്ത് അർത്ഥമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് ചോദിക്കാൻ തോന്നുകയാണ്. ഞാൻ ഇവിടെ മറ്റു ആരെയും പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ഈ ഒരു പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഇവരെല്ലാവരും നമ്മളോട് ചർച്ച ചെയ്യും, എല്ലാവരും നമ്മളോട് സംസാരിക്കും. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് ഇതിന്റെ ഭാഗമാക്കായിക്കൊണ്ട് ഇതിന്റെ നല്ല ലക്ഷ്യത്തെക്കുറിച്ച് ഇതിന്റെ നല്ല ഉദ്ദേശത്തെക്കുറിച്ച് മനസ്സിലാക്കി ഈ സമരരംഗത്ത് മനസ്സാവാച കർമ്മണ നിങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. നമുക്കറിയാം വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇവിടെ നേതാക്കന്മാരുണ്ട്. കോവിഡ് മാനദണ്ഡ പ്രകാരം നടത്തേണ്ട പരിപാടി ആയതുകൊണ്ട് നമുക്ക് ആൾക്കൂട്ടത്തെ സാധ്യമല്ല. മറിച്ച് നമ്മൾ ഉൾക്കൊള്ളുന്ന നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഈ ആൾക്കൂട്ടങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ്, ജനമനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കോവിഡ് മാനദണ്ഡ പ്രകാരമുള്ള സമര പരിപാടിയായിരുന്നിട്ടും നമ്മൾ വിളിച്ച ഈ പരിപാടിയിലേക്ക് നമ്മൾ മുസ്ലിം യൂത്ത് കോർഡിനേഷൻ സംഘടിപ്പിച്ച ഈ പരിപാടിയിലേക്ക് മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നേതാക്കന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും നിങ്ങളോട് സംസാരിക്കും. ഈ മഹത്തായ പരിപാടി നമ്മുടെ ബഹുമാന്യനായ മുസ്ലിം ലീഗിന്റെ ചീക്കോട് പഞ്ചായത്ത് ട്രഷറർ ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ ഷിഹാബ്, വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട യൂനുസ് ഫൈസി, ഷറഫുദ്ദീൻ, റഷാദ് ഓമാനൂർ, ഫസലുലക്ക് തുടങ്ങിയ സംഘടനാ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകന്മാർ തൊയ്യബ്, അതുപോലെ തന്നെ മുനീർ, ജാഫർ, സദ്ദീഖ്, മുബഷിർ, മറ്റ് ഫസലുലക്ക്, സാദിഖ് തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ, കേരളത്തിലെ മുസ്ലിം സമൂഹം ഇന്ന് ഒരു സമരം എന്ന കേരളത്തിലെ മുസ്ലിം സംഘടനകളുടെ തീരുമാനത്തിൻ്റെയും അവരുടെ താല്പര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് വളരെ പ്രധാനപ്പെട്ട സംഘടനാ പ്രവർത്തകന്മാരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യോഗ പരിപാടി, ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി കേരളത്തിലുടനീളം ഇന്ന് മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെവരും മനസ്സിലാക്കിയുള്ളതുപോലെ കേരളവും അതുപോലെ തന്നെ ഇന്ത്യ മഹാരാജ്യവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, UPA-യുടെ ഭരണകാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 2005-ൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികമായും സാമ്പത്തികമായും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായുമുള്ള പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ഡൽഹി ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന രജീന്ദ്ര സച്ചാറിന്റെ നേതൃത്വത്തിൽ 7 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടായി. രാജ്യത്തുടനീളം അവർ വിവിധ മുസ്ലിങ്ങൾ അധിവസിക്കുന്ന മുഴുവൻ പ്രദേശങ്ങളെയും സന്ദർശിക്കുകയും പൂർവ്വകാല ചരിത്രങ്ങൾ അന്വേഷിച്ച് രേഖകൾ പരിശോധിച്ച് ആ 7 അംഗ സമിതി വിവിധ തലങ്ങളിൽ യോഗം ചേർന്നെടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ 2006 നവംബർ 30-ാം തീയതി ഇന്ത്യ ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അതാണ് നാം അറിയുന്ന രജീന്ദ്ര സച്ചാർ റിപ്പോർട്ട് എന്ന് പറയുന്നത്, കമ്മീഷൻ റിപ്പോർട്ട്. 403 പേജുള്ള ആ റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിക്കുന്ന അവരുടെ പിന്നോക്കാവസ്ഥയെ കുറിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി പ്രതിപാദിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയുമുണ്ടായി. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് ആ രജീന്ദ്ര സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് അംഗീകരിക്കുകയും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി അതിന്റെ ശുപാർശകൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. രാജ്യത്തെ ഏതാണ്ട്
മുസ്ലിം സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിലേക്ക് മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണകൂടങ്ങളൊക്കെ രജീന്ദ്ര സച്ചാർ കമ്മീഷന്റെ റിപ്പോർട്ടുകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളെടുത്തു. ഏറെക്കുറെ സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ ആ റിപ്പോർട്ടിന് മേലുള്ള നടപടികൾ എടുത്തു തുടങ്ങിയപ്പോൾ അന്ന് കേരളത്തിൽ അധികാരത്തിൽ ഉണ്ടായിരുന്നത് 2006 മുതൽ ശ്രീമാൻ അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരുന്നു. 2007 സച്ചാർ കമ്മീഷന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ട് നടപ്പിലാക്കാൻ പറഞ്ഞപ്പോൾ കേരളത്തിന്റെ സർക്കാർ ഇന്ത്യയിലെ മറ്റു ജനവിഭാഗങ്ങളിൽ, മറ്റ് പ്രദേശങ്ങളിൽ താമസിക്കുന്ന മുസ്ലിങ്ങളുടെ തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ വിഭിന്നമാണ് എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് പകരം കേരളത്തിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് പാലോളി മുഹമ്മദ് കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ഒരു പുതിയ കമ്മീഷനെ, അതാണ് പാലോളി കമ്മിറ്റി എന്ന് പറയുന്നത്, 11 അംഗ സമിതിയുള്ള സഖാവ് ടി കെ ഹംസ, അതുപോലെ തന്നെ കെ ടി ജലീൽ, ഹുസൈൻ രണ്ടത്താണി തുടങ്ങിയിട്ടുള്ള ഇടതുപക്ഷ അനുകൂലികളായ നേതാക്കന്മാരായ മുസ്ലിം നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 11 അംഗ കമ്മിറ്റിയെ രൂപീകരിക്കുകയും 2008 മെയ് മാസം 6-ാം തീയതി സർക്കാരിന് ഏതാണ്ട് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലേത് സമാനമായ റിപ്പോർട്ട്, ആ നിർദ്ദേശങ്ങൾ ഏതാണ്ട് അതുപോലെയുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് സർക്കാരിൽ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2008 മെയ് മാസം 6-ാം തീയതി ആ റിപ്പോർട്ട് അംഗീകരിച്ചു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആ നിർദ്ദേശപ്രകാരം സർക്കാർ മുസ്ലിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള, മുസ്ലിം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. അത് 2011 വരെ തുടർന്നു. എന്നാൽ അപ്പോഴൊന്നും കേരളത്തില് വിഭാഗീയതയുടെയോ ഏതെങ്കിലും ആളുകൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതോ പ്രശ്നമില്ല. എന്നാൽ 2011 വന്നപ്പോ തങ്ങളുടെ ഭരണം അവസാനിക്കാൻ പോകുമ്പോ സർക്കാർ മറ്റ് ചില ആളുകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ മോചനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർ മറ്റു സമൂഹത്തോടൊപ്പം എത്തിപ്പെടുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സ്കോളർഷിപ്പ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അവർ നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ ആനുകൂല്യങ്ങളിൽ നിന്ന് 20% ആനുകൂല്യങ്ങൾ കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പരിവർത്തിത ക്രിസ്ത്യൻ സമൂഹത്തിനും വീതിച്ചു നൽകുകയും അങ്ങനെ 100 ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളിൽ നിന്ന് 20 മറ്റ് പിന്നോക്കക്കാരായിട്ടുള്ള ലത്തീൻ കത്തോലിക്കക്കാർക്കും അതുപോലെ തന്നെ പരിവർത്തിത ക്രിസ്ത്യൻ സമൂഹത്തിനും അനുവദിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് 80-ഉം അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്ക് ഈ മറ്റ് 2 വിഭാഗങ്ങൾക്ക് 20%, 20-80 എന്ന അനുപാതത്തിൽ ആനുകൂല്യങ്ങൾ നൽകാൻ ആരംഭിച്ചു. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം അവരുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങളാണ്. ആ ആനുകൂല്യങ്ങൾ സർക്കാർ നടപ്പിലാക്കുമ്പോൾ 100% മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് ആനുകൂല്യങ്ങൾ. ആ ആനുകൂല്യങ്ങൾ 20% എടുത്ത് മുസ്ലിങ്ങളല്ലാത്ത ഈ റിപ്പോർട്ടിന്റെ പരിധിയിൽപ്പെടാത്ത മറ്റാളുകൾക്ക് നൽകി. അത് നൽകിയപ്പോ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ പ്രതിഷേധിക്കാൻ വന്നില്ല. അവർ ഭരണതലത്തിലും അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും അതിന്റെ പ്രതിഷേധം അറിയിച്ചു. കാരണം എന്താണ്? പ്രത്യക്ഷത്തിൽ കാണുന്ന പൊതുസമൂഹം വിചാരിക്കുന്നത് ഇവിടുത്തെ ആനുകൂല്യങ്ങളെല്ലാം മുസ്ലിങ്ങൾ കവർന്നെടുക്കുന്നു. 20% ആനുകൂല്യങ്ങൾ ഏതെങ്കിലും ഒരു സമൂഹത്തിന് നൽകുമ്പോ അതിന്റെ പേരിൽ ഇവർ വേവലാതിപ്പെടുകയും അതൊരു വർഗീയ ചിന്താഗതിയിലേക്കും ധ്രുവീകരണത്തിലേക്കും പോകണ്ട എന്ന മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഒരു വിശാലമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുസ്ലിം സംഘടനകളെ പ്രതിഷേധിച്ചില്ല. പിന്നീട് സംഭവിച്ചത് എന്താണ്? അന്നും മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ സർക്കാരിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാത്രമായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി വീതം വെക്കുമ്പോ അത് ഉദ്ദേശിക്കുന്ന അന്തസത്ത, അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സാധൂകരിക്കാതെ വരികയും പിന്നീട് വരും കാലങ്ങളിൽ കോടതിക്ക് പോലും ഇടപെടാൻ കഴിയും വിധമുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് അന്ന് തന്നെ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ സർക്കാരിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സർക്കാർ, അച്യുതാനന്ദൻ ഗവൺമെന്റ്
അധികാരത്തിൽ നിന്ന് താഴെ പോകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് നടപ്പാക്കിയിട്ടുള്ള തീരുമാനമെന്ന നിലക്ക് കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ സർക്കാർ അത്തരം കാര്യങ്ങളിലേക്ക് പോവുകയോ ചെയ്തില്ല. അതിന്റെ ഫലം എന്താ? പിന്നീട് വന്ന സർക്കാരുകളും അത് നടപ്പിലാക്കി. അവസാനം 2015 പാലക്കാട്ടുകാരനായ ഒരാൾ ഇങ്ങനെ വിവിധ ന്യൂനപക്ഷങ്ങൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് 20% ചില ആളുകൾക്കും 80% ഇന്ത്യയിലെ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുമുണ്ട്. ഇത് വിവേചനപരമാണ് എന്ന് വാദിച്ചുകൊണ്ട് എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതുകൊണ്ട് ആ വിധി അല്ലെങ്കിൽ 20-80 എന്ന അനുവാദം ഒഴിവാക്കണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോകുമ്പോൾ സ്വാഭാവികമായും ആർക്കും കോടതികളിൽ പോകാം. ആ കോടതികളിൽ പോകുമ്പോൾ ഈ കേസിൽ എതിർകക്ഷിയാക്കി ചേർത്തിട്ടുള്ള കേരളത്തിന്റെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് കേരളത്തിലെ ഹൈക്കോടതിയിൽ വിശാലമായ അഫിഡവിറ്റ് കൊടുക്കണ്ടേ? എന്താണ് അഫിഡവിറ്റ് കൊടുക്കേണ്ടത്? ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസപരമായ, സാമ്പത്തികപരമായ, സാമൂഹ്യപരമായ പുരോഗതിക്ക് വേണ്ടി ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്ന് സർക്കാർ വിശദീകരിക്കണം. സർക്കാർ വിശദീകരിച്ചില്ല. മറിച്ച് വാദിയുടെ വാദം അംഗീകരിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്ന് വിധിയുണ്ടായി. എന്ത്? 20-80 എന്ന് പറയുന്ന അനുപാതം തെറ്റാണ്. കേരളത്തിലെ ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ ജനസംഖ്യ ആനുപാതികമായി നൽകണം. അപ്പോഴും കേരളത്തിലെ മുസ്ലിം സംഘടനകളൊക്കെ പറഞ്ഞു സർക്കാർ യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ വസ്തുതകൾ വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് പറ്റിയ തെറ്റ് ഏതായാലും പറ്റി, വിധി വന്നു. അതുകൊണ്ട് കേരളത്തിന്റെ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കണം. സർക്കാർ അനങ്ങിയില്ല. സർക്കാർ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ സർക്കാർ ആഗ്രഹിച്ച പോലെ ഒരു വിധിയാണ് വന്നത് എന്ന് പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യമായി. സർക്കാർ മന്ത്രിസഭാ യോഗം ചേരുന്നു. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ പോകാതെ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം നൽകിയിട്ടുള്ള ആനുകൂല്യങ്ങൾ ജനസംഖ്യ ആനുപാതികമായി വീതിച്ചു നൽകാൻ തീരുമാനിച്ചു. ഫലമായി ഉണ്ടായത് എന്താണ്? 100% ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്ന, ഉദാഹരണത്തിന് 100 കുട്ടികൾക്ക്, മുസ്ലിം കുട്ടികൾക്ക് ലഭിച്ചിരുന്ന സ്കോളർഷിപ്പ് ഇപ്പോൾ 53 മാറിയിരിക്കുന്നു. മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കായി അനുവദിക്കപ്പെട്ടിട്ടുള്ള 100 സ്കോളർഷിപ്പുകൾ ഇന്ന് മുസ്ലിം സമൂഹത്തിന് ലഭിക്കുന്നത് വെറും 53. ഈ 53 ലഭിക്കുന്ന സമുദായം ഉണർന്ന് പ്രവർത്തിച്ച് ഇത് ഞങ്ങൾക്ക് മാത്രമുള്ള ആനുകൂല്യങ്ങളാണെന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിന്റെ ചുറ്റുപാട് നിന്ന് ചാട്ടവാറ് കൊണ്ട് ഈ സമൂഹത്തെ അടിക്കുന്നവരൊക്കെ മതേതരവാദികളും അതിനെതിരെ പ്രതിഷേധിക്കുന്നവർ വർഗീയവാദികളും വിഘടനവാദികളുമാക്കി ചിത്രീകരിക്കുന്ന ഒരു സർക്കാർ നയം. ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ അവർ വർഗീയവാദികളാക്കുകയാണ്. അവർ ഈ നാട്ടിൽ അന്തചിത്രമുണ്ടാക്കുന്നതിനും വിഘടനവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിനും ശ്രമിക്കുന്നവരാണ് എന്ന് സർക്കാർ തന്നെ പറയുന്നു. ഒരു സമുദായത്തിന്റെ ആനുകൂല്യങ്ങൾ, കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനുകൂല്യങ്ങൾ എടുത്തു കളയുമ്പോൾ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെ വർഗീയവാദികളാക്കി ചിത്രീകരിക്കുക, ഇത് തുറന്നു പോകാൻ കഴിയില്ല. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, സച്ചാർ കമ്മീഷൻ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള പഠന റിപ്പോർട്ടാണ്. ഇപ്പോ പിണറായി സർക്കാർ കോശി കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് JB കോശിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ വെച്ചിട്ടുണ്ട്. ആ കമ്മീഷൻ തീർച്ചയായും കേരളത്തിലെ പിന്നോക്കക്കാരായ ക്രിസ്ത്യാനികളെ കുറിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് സമർപ്പിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ നിന്ന് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് നൽകണം എന്ന് പറയാൻ കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തയ്യാറല്ല. കാരണം എന്താ? അത് അവർക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി, അവരുടെ സാമൂഹ്യമായ ഉന്നതിക്ക് വേണ്ടി പഠിച്ചവതരിപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ്. എന്നാൽ ഇവിടെയുള്ള മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാനാണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ സർക്കാർ ഇതുപോലെ മറ്റുള്ളവരുടെ പിന്നോക്കാവസ്ഥ പഠിച്ച് അവർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ആർക്കാണ് എതിർപ്പ്? ആർക്കും എതിർപ്പില്ല. മറിച്ച് ഒരു സമുദായത്തിന് മാത്രം അനുവദിച്ചിട്ടുള്ള, ഒരു സമുദായത്തിന് കഴിഞ്ഞ കാലങ്ങളിലെ ആ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങളിൽ നിന്ന് കവർന്നെടുത്ത്
മറ്റ് സമുദായങ്ങൾക്ക് നൽകുകയും സമുദായങ്ങൾക്കിടയിൽ അതുവഴി സ്പർദ്ധയുണ്ടാക്കാനും അകലമുണ്ടാക്കാനും സർക്കാർ ശ്രമിക്കുന്നു. ഇതിനെതിരെയാണ് ഈ മുസ്ലിം യൂത്ത് കോർഡിനേഷന്റെ പ്രതിഷേധം. തീർച്ചയായും കേരളക്കര മുഴുവൻ മുസ്ലിം സംഘടനകൾ ഇപ്പോഴും ഇത് നമ്മളെയൊന്നും ബാധിക്കുകയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ചില മുസ്ലിം സംഘടനകളുമുണ്ട്. ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മളും നിങ്ങളും ഉൾക്കൊള്ളുന്ന മുസ്ലിം സമൂഹത്തിന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിനെതിരെയാണ് ഈ പ്രതിഷേധം. ഇത് ഏതെങ്കിലും മുസ്ലിം ലീഗുകാർക്കോ അല്ലെങ്കിൽ SKSFകാർക്കോ അല്ലെങ്കിൽ മുജാഹിദിനോ വെൽഫെയർ പാർട്ടിയുടെ അംഗങ്ങൾക്കോ മാത്രമുള്ളതല്ല, നിങ്ങളെ കൂടി ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത്തരം പൊതുസമൂഹത്തിൽ പൊതു പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നവരോട് ഇനിയും സമയമായിട്ടില്ലെങ്കിൽ നിങ്ങൾ കൂടി ഈ സമരത്തിന്റെ ഭാഗമായി മുന്നോട്ട് വരണം എന്ന് അത്തരം ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തീർച്ചയായും ഈ സമരം അവസാനം വരെ കൊണ്ടുപോകുന്നതിന് പ്രിയപ്പെട്ട ഈ സമരം ഒരു ഫലത്തിലെത്തുന്നതുവരെ ഇതിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ എല്ലാ മതസംഘടനകളും രംഗത്തുണ്ട്. എല്ലാവരും ഒന്നിച്ചു ചേർന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളക്കരയൊട്ടാകെ ഇതുപോലെയുള്ള സമരങ്ങൾ ഓരോ പഞ്ചായത്ത് തലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ നാട്ടിലെ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക്, അതുപോലെ തന്നെ പരിവർത്തിത ക്രിസ്ത്യൻ സമൂഹത്തിന്, അങ്ങനെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക്, സിഖുകാർക്ക്, ജൈനന്മാർക്ക്, ജൂതന്മാർക്ക് അവർക്കൊന്നും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെതിരല്ല. അവർക്കൊക്കെ ആനുകൂല്യങ്ങൾ പ്രയാസമുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് കമ്മീഷനെ വെച്ച് അവർക്ക് പരിഹാര മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ 100% ഞങ്ങൾ ഇതിനെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ അന്വേഷിക്കുക, കേരളത്തിലെ മുസ്ലിം സമൂഹം 25.56%, ക്രിസ്ത്യാനികൾ 18.36%. എന്നാൽ ന്യൂനപക്ഷങ്ങളുടെ മാത്രം കണക്കെടുക്കുമ്പോൾ മുസ്ലിങ്ങൾ 53%, ന്യൂനപക്ഷങ്ങളിൽ മുസ്ലിങ്ങൾ 53%, ക്രിസ്ത്യാനികൾ 40%. എന്നാൽ അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള ആനുകൂല്യങ്ങൾ ആനുപാതികമായി വിധിക്കുമ്പോൾ 100% ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇപ്പോൾ 53%ആയി മാറിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം. തീർച്ചയായും പൊതുജനബോധം അത്തരത്തിൽ ഉണരണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സമരത്തോടൊപ്പം നിങ്ങളുടെ മനസ്സുണ്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മുസ്ലിം യൂത്ത് കോർഡിനേഷന്റെ കീഴിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ പഞ്ചായത്തുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന സമരസംഗമത്തിൻ്റെ ഭാഗമായി ചീക്കോട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ സ്വാഗത പ്രഭാഷകനും അതുപോലെ തന്നെ ഉദ്ഘാടകനും സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ മേഖലകളിലും പൊതുസമൂഹങ്ങളിലും ഒരു സമുദായത്തിൽ മാത്രം അകറ്റി നിർത്തുകയും ഒരു കമ്മ്യൂണൽ പ്രോബ്ലം ഈ രാജ്യത്തുണ്ടെന്നും ഈ സംസ്ഥാനത്തുണ്ടെന്നും വരുത്തി തീർക്കുന്ന രീതിയിൽ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകൾ ഈ ഒരു സമുദായത്തോട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സദസ്സ്, ഒരു പ്രതിഷേധ സദസ്സ്, ഒരു സമരത്തിൻ്റെ ഇവിടെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി സർക്കാർ നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ ഈ സമരവുമായി മുന്നോട്ട് പോകുന്ന അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ഇതിൻ്റെ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശിഹാബ് സാർ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ വിദ്യാഭ്യാസപരമായ, സാമൂഹ്യപരമാകുന്ന, സാമ്പത്തികപരമാകുന്ന പിന്നോക്കം മാറ്റിയെടുത്തുകൊണ്ട് മുന്നോക്കക്കാരിലേക്ക് ഈ രാജ്യത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഒരു കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ എന്നോണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രം അത് വിഹിതം വെച്ചും പിന്നീട് അത് ഇല്ലാതെയായി പോകുന്നൊരു സാഹചര്യത്തിലേക്കാണ് കേരള സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2006 കേന്ദ്ര സർക്കാരിന് മുമ്പിൽ വന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ട് അടിസ്ഥാനമാക്കിക്കൊണ്ട് കേരളത്തിൽ പിന്നീട് അതിന് വിശദമായി പഠിക്കാനെന്ന പേരിൽ ഒരു പാലോളി കമ്മീഷൻ റിപ്പോർട്ട് ഒരു കമ്മീഷൻ വെക്കുകയാണ്. ആ കമ്മീഷൻ കണ്ടെത്തിയ കാര്യങ്ങൾ കേരള സർക്കാർ നടപ്പിലാക്കുന്നതിനാവശ്യമായി പ്രത്യേകമാകുന്ന ഒരു ന്യൂനപക്ഷ സെല്ല് രൂപീകരിക്കുകയാണ്. ഇവിടെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളൊന്നും പറയുന്നില്ല.
അതിനോട് അടിവരയിട്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ കേരള സർക്കാർ കൃത്യമായി കൊണ്ട് ഒരു സമുദായത്തിന് മാത്രം മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ആവശ്യമാകുന്ന കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ഒരു റിപ്പോർട്ടിന്റെ മേൽ ഒരു കമ്മീഷൻ ഉണ്ടാക്കി ആ കമ്മീഷന്റെ ഔട്ട്പുട്ടായിട്ട് പിന്നീട് ഒരു സെല്ല് രൂപീകരിക്കുകയാണ്. ആ സെല്ലിന്റെ ആ പേര് പോലും വെച്ചിരിക്കുന്നത് ന്യൂനപക്ഷ സെല്ല് എന്നാണ്. സത്യത്തിൽ മുസ്ലിം സമുദായത്തിന് മാത്രമായുള്ള ഒരു കമ്മീഷൻ നടപ്പിലാക്കി ആ കമ്മീഷന്റെ നടപടികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമാകുന്ന സാമ്പത്തികമാകുന്ന ഇടപാടുകൾ നടക്കുന്നതിന് ആവശ്യമാകുന്ന ഒരു വെഹിക്കിളാണ്. പക്ഷേ അവിടെ ന്യൂനപക്ഷം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി മാത്രമല്ല, രാജ്യത്ത് വസിക്കുന്ന 6 വിഭാഗം ആളുകൾ ന്യൂനപക്ഷമാണ്. പക്ഷെ ആ ന്യൂനപക്ഷ സെല്ലാണ് ആദ്യം രൂപീകരിച്ചത്. പിന്നെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടല്ലോ 2008 മുതൽ 2011 വരെ ഈ മുസ്ലിം സച്ചാർ കമ്മീഷന്റെയും അതുപോലെ തന്നെ ബാലോളി കമ്മീഷന്റെയും നിർദ്ദേശപ്രകാരം മുസ്ലിം സമുദായത്തിന് മാത്രമായി കൊണ്ട് 100% ഇവിടുത്തെ സ്കോളർഷിപ്പുകളും അനുബന്ധമാകുന്ന കാര്യങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2011 ആകുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ ഇവിടെയുള്ള മറ്റു മതങ്ങളെയും അതുപോലെ തന്നെ മതത്തിന്റെ നേതാക്കളെയും തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ കമ്മീഷനിൽ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട സച്ചാർ കമ്മീഷനിൽ നിർദ്ദേശപ്രകാരം നടപ്പിലാക്കേണ്ടുന്ന കാര്യങ്ങളിൽ കൃത്യമായി വെള്ളം ചേർക്കുകയാണ്. അതിനാണ് ന്യൂനപക്ഷ സെല്ല് പിന്നെ ന്യൂനപക്ഷ സമിതിയായി കമ്മീഷനായി ന്യൂനപക്ഷ ബോർഡ് രൂപീകരിക്കുകയാണ്. ഈ ബോർഡിനെ രൂപീകരിച്ചുകൊണ്ടാണ് നേരത്തെ 100% മുസ്ലിങ്ങൾക്ക് മാത്രം നൽകിയിരുന്ന അവകാശങ്ങൾ മുഴുവനും ആ അവകാശങ്ങളിൽ നിന്ന് 20% മറ്റുള്ള വിഭാഗങ്ങൾക്ക് നൽകുന്ന സാഹചര്യം ഉണ്ടാക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ 100 മുസ്ലിങ്ങൾക്ക് നൽകേണ്ടുന്ന കാര്യത്തിൽ നിന്ന് 20% മറ്റുള്ളവർക്ക് നൽകിയപ്പോ എന്തുകൊണ്ട് ആ സമയത്ത് ഇവിടുത്തെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പ്രതികരിച്ചില്ല? അത് മുസ്ലിമിന്റെ ഒരു സഹിഷ്ണുതയാണ്, മറ്റുള്ളവരുള്ള സഹകരണമാണ്. പക്ഷേ ആ സഹകരണവും സഹിഷ്ണുതയും മുതലാക്കിക്കൊണ്ട് കൃത്യമായി അജണ്ട നടപ്പിലാക്കി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ പൊതുബോധത്തിൽ നിന്ന് വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടി കൃത്യമായ അജണ്ടയോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് പോയി എന്നുള്ളതാണ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ വിശദമായി പറയുന്നില്ല. പിന്നീട് 2011 ശേഷം എന്താണ് ഇവിടെ നടന്നത്? കൃത്യമായ അജണ്ടയോടുകൂടി നമുക്കറിയാം, കേരളത്തിൽ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ട് കേരളത്തിലെ മുസ്ലിം സമുദായം ഒരല്പം മെച്ചപ്പെട്ട സ്ഥിതിയിലാണ്. പക്ഷേ അവിടെ സാമ്പത്തികമായ സ്ഥിതിയിൽ ഒരല്പം മെച്ചമുണ്ടെങ്കിലും വിദ്യാഭ്യാസപരമായി ഒരല്പം പിന്നോക്കമാണ്. പാലോളി കമ്മീഷൻ ഇവിടെ സമർപ്പിച്ച റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞതനുസരിച്ച് കൊണ്ട് എന്താ ചെയ്തത്? കേരളക്കരയിലെ വിവിധ ഭാഗങ്ങളിലായിക്കൊണ്ട് മുസ്ലിം യൂത്തിന് വേണ്ടി പഠിക്കാൻ, അതായത് കൃത്യമായ വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരെ മത്സര പരീക്ഷകളിൽ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി PSC പോലെയുള്ള പരീക്ഷകളിൽ പ്രാപ്തരാക്കുന്നതിന് വേണ്ടി പ്രത്യേകമാകുന്ന സെന്ററുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുറക്കുകയാണ്. അന്ന് അതിന്റെ പേര് കൊടുത്തിരുന്നത് മുസ്ലിം യൂത്ത് എന്നായിരുന്നു. പക്ഷേ പിന്നീട് എന്താ സംഭവിച്ചത്? ആ മുസ്ലിം യൂത്ത് എന്ന് മാറ്റിക്കൊണ്ട് ആ പേര് പോലും മാറ്റിക്കൊണ്ട് അത് ന്യൂനപക്ഷ വകുപ്പിന്റെ പേര്, ന്യൂനപക്ഷത്തിന്റെ പേരിൽ മൈനോറിറ്റി എന്നുള്ള പേരിലേക്ക് മാറ്റുകയാണ്. എന്താണെന്ന് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? കൃത്യമായ അജണ്ടയോടുകൂടി ഒരു സമുദായത്തിന് കിട്ടേണ്ടുന്ന ആ അവകാശങ്ങളെ മുഴുവൻ ഈ സമൂഹത്തിന് മുഴുവൻ കിട്ടേണ്ടുന്ന അവകാശങ്ങളാണെന്ന് പൊതുബോധത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള ബ്യൂറോക്രസിയും അതുപോലെ തന്നെ സർക്കാരും കൃത്യമായ അജണ്ടകൾ നടപ്പിലാക്കുകയും അതിന്റെ പേരിൽ കേരളക്കരയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന മുസ്ലിം യൂത്തിന് വേണ്ടി കൃത്യമായ പരിശീലന കേന്ദ്രങ്ങൾ മാറ്റിവെച്ച് അതിലെല്ലാം അത് പേര് പോലും മാറ്റിക്കൊണ്ട് അതൊരു ന്യൂനപക്ഷത്തിന് വേണ്ടി മൊത്തം മൈനോറിറ്റി എന്നുള്ള പേരിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ട് ഈ സമൂഹത്തിനിടയിൽ ഇതൊരു സമുദായത്തിന് മാത്രമുള്ളതല്ല, ഇതെല്ലാവർക്കും ഉള്ളതാണെന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കുന്നതിൽ ഇവിടുത്തെ സർക്കാർ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ 100-ൽ 100 നൽകിയിരുന്ന അതിൽ നിന്ന് പിന്നെ 80-ഉം 20-ഉം നൽകിയിരുന്ന പിന്നീട് ഈ ഒരു മാറ്റമുണ്ടായപ്പോ ഈ 100-ൽ പലതും ഞങ്ങൾക്കും അവകാശപ്പെട്ടതാണെന്ന് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ആലോചിക്കുകയും അതുപോലെ തന്നെ അതിന്റെ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുകയുമാണ് പിന്നീട് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് 2008-ൽ ഇവിടെ കമ്മീഷൻ വരികയും 2011 വരെ കൃത്യമായി 100% നടപ്പിലാക്കുകയും 2011 ശേഷം 80-20 എന്ന ആനുപാതികത്തോടു കൂടി നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്ന സ്കോളർഷിപ്പുകൾ 2020 ആകുമ്പോഴേക്കും കോടതിയിലൊരു കേസ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി വന്നപ്പോ ഇവിടുത്തെ ജനസംഖ്യാനുപാതികമായി കൊണ്ട് ഇതിനെ വിഹിതം വെക്കണമെന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ കേരള സർക്കാർ എന്താ ചെയ്തത്? കൃത്യമായി മനസ്സിലാക്കണം, ഈ വിവരത്തെക്കുറിച്ച് ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ആളുകളാണ് കേരള സർക്കാർ. നമുക്കറിയാം, പാലോളി കമ്മിറ്റി നമുക്കറിയാമല്ലോ, കേരള കോടതി വിധി പുറപ്പെടുവിച്ചപ്പോ പാലോളി മുഹമ്മദ് കുട്ടി, ഇതിന്റെ ചെയർമാനായിരുന്ന പാലോളി മുഹമ്മദ് കുട്ടി പിറ്റേ ദിവസം വാർത്താ സമ്മേളനത്തിൽ പിറ്റേ ദിവസം ചാനലുകാരോട് എന്താ പറഞ്ഞത്?
ഈ വിധി ന്യായമല്ല, അന്യായമാണെന്നാണ് പറഞ്ഞത്. ഇതറിയുന്ന കേരള സർക്കാർ പോലും ആ വിധിക്കെതിരെ അപ്പീൽ പോവാതെ എന്താണോ കോടതി പറഞ്ഞത് അത് നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നു. എന്നാൽ അതിന് ഒരു വലിയ ബഹുരസമുണ്ട്. ഈ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഇത് പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. പക്ഷേ ആ കമ്മിറ്റി എന്ത് ചെയ്തു? ഇവിടെയുള്ള മുസ്ലിം സമുദായത്തിന്റെ ഏതെങ്കിലും നേതാക്കളുമായി ചർച്ച നടത്തിയോ? ഇല്ല, ഒരു ചർച്ചയുമില്ല, ഒരു കൂടിയാലോചനയുമില്ല. പേരിനൊരു കമ്മിറ്റി രൂപീകരിച്ചു. എന്നിട്ട് അവസാനം ഇവിടുത്തെ മന്ത്രിസഭ കൂടിക്കൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയാണ് ജനസംഖ്യ ആനുപാതികമായിട്ട് എന്ന്. ഇവിടെ ആരാണ് ഈ സമുദായത്തെ ഇത്ര വൈരുദ്ധ്യമായി അല്ലെങ്കിൽ ഇത്ര വൈകാരികമായി ഈ സമൂഹത്തിനിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് ചോദിക്കാനുള്ളത്, ഈ സമുദായം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് എന്തെല്ലാം സംഭാവനകൾ ചെയ്തിട്ടുണ്ട്? ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമല്ലേ മുസ്ലിം സമുദായം എന്ന് പറയുന്നത്? ഇതുവരെ ഇന്നോളം വരെ ഈ രാജ്യം സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പും സ്വാതന്ത്ര്യം നേടിയതിനു ശേഷവും ഇന്ന് വരെ അന്യന്റെ ഒരു അവകാശവും വേണമെന്ന് അവകാശപ്പെടുകയോ അന്യന്റെ ഒരു അവകാശങ്ങൾ തട്ടിയെടുക്കുകയോ ചെയ്യാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പൊതുമണ്ഡലത്തിൽ ഇവരെല്ലാം വർഗീയവാദികളും, ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ വർഗീയവാദികളായി മാറുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ ഒരു ജനറൽ സെക്രട്ടറി ഉണ്ട്. എന്താ മുസ്ലിം സമുദായത്തിന്റെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഈ സമുദായത്തിന്റെ നേതൃത്വം വഹിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരോ അല്ലെങ്കിൽ സമുദായത്തിന്റെ നേതൃത്വം വഹിക്കുന്ന പാണക്കാട് തെങ്ങന്മാരോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെ വർഗീയവൽക്കരിക്കുകയാണ്. അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് വർഗീയമായി ചിന്തിക്കുന്നതിലേക്ക് മാറ്റപ്പെടുകയാണ്. അതിലകപ്പെട്ടുകൊണ്ട് ഈ സൊസൈറ്റിയിലെ മുഴുവൻ ആളുകളും മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു വർഗീയ ചിന്താഗതി ഉണ്ടാക്കുന്നവരാണെന്ന് പറയപ്പെടുന്നതിലേക്ക് പൊതുബോധത്തെ മാറ്റപ്പെടുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അവിടെയാണ് ബഹുമാനപ്പെട്ട കേരള സർക്കാരിനോട് നമുക്ക് പറയാം, മുസ്ലിം സംഘടനകൾക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ മുസ്ലിം ജനസമൂഹത്തോട് പറയാനുള്ളത്, ഞങ്ങൾക്കൊരാളുടെയും അവകാശം വേണ്ടതില്ല. ഒരാളുടെയും അവകാശം മുസ്ലിം സമുദായത്തിന് ആവശ്യമില്ല. പക്ഷേ മുസ്ലിം സമുദായത്തിനെന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി കണക്കാക്കി വെച്ചിരിക്കുന്ന അവകാശങ്ങളിൽ ഒന്നുപോലും വിട്ടുതരാൻ മുസ്ലിം സമുദായം തയ്യാറല്ല. അതൊന്നുപോലും മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യരുത്. നേരെ മറിച്ച് ഏത് സമുദായത്തിലാണോ ഇവിടെ പിന്നോക്കമുള്ളത് ആ സമുദായത്തിന് പിന്നോക്കം പഠിക്കട്ടെ, അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കട്ടെ. അത് 80, 20, 100 അല്ലെങ്കിൽ 500 എത്ര സ്കോളർഷിപ്പ് വേണമെങ്കിലും കൊടുക്കുന്നതിൽ ഒരു തടസ്സവുമില്ല. അതിനൊരു മുസ്ലിം സമുദായത്തോട് എതിർക്കുന്നില്ല. നേരെ മറിച്ചുകൊണ്ട് ഒരു സമുദായത്തിന് മാത്രം പറയപ്പെട്ട ഒരു അവകാശത്തെ മറ്റൊരു സമുദായത്തിലേക്ക് കൂട്ടിക്കെട്ടിക്കൊണ്ട് അവസാനം ഈ സമുദായത്തിന് അവകാശപ്പെടുത്തുകൊണ്ട് പോവുകയാണ്. ഇവിടെ സൂചിപ്പിച്ചല്ലോ, 153 കിട്ടുന്നത്. കൃത്യമായി പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇതുവരെ 100 പേർക്കാണ് സ്കോളർഷിപ്പ് നൽകിയിരുന്നെങ്കിൽ അതിൽ 80 മുസ്ലിങ്ങൾക്ക് കൊടുത്തിരുന്നു. ബാക്കി 20 ക്രിസ്തീയ സമൂഹത്തിലെ നേരത്തെ സൂചിപ്പിച്ചപ്പെടുന്ന 2 വിഭാഗം പിന്നോക്കക്കാരാക്കുന്ന 2 വിഭാഗം ആളുകൾക്കാണ് 20% കൊടുത്തിരുന്നത്. ഈ 20% പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ 80 മുസ്ലിങ്ങൾക്കും 20 ക്രൈസ്തവർക്കും എന്ന് തോന്നിപ്പോകും. പക്ഷേ 100 മുസ്ലിമുകൾക്കുള്ള സ്കോളർഷിപ്പിൽ നിന്നാണ് ഈ 20% ക്രിസ്തീയ വിഭാഗത്തിന് കൊടുത്തിരുന്നത്. അപ്പോ 100 കൊടുക്കുമ്പോൾ 80 മുസ്ലിങ്ങൾക്കും 20 ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ക്യാബിനറ്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന വിജ്ഞാപനം അനുസരിച്ചുകൊണ്ട് 100 141 തീരും. 141 തീരാൻ എന്താണ്ടാവുക? 80 മുസ്ലിങ്ങൾക്കും 61 ഇവിടത്തെയുള്ള മറ്റ് ക്രിസ്തവ വിഭാഗങ്ങൾക്ക് വരും. ഇവിടെ ഇതിന് പരിഹാരമായി കൊണ്ട് കേരള സർക്കാർ പറയുന്നത് എന്താ? അധിക ഫണ്ട് വെക്കുമെന്നാണ്. മുസ്ലിം സമുദായത്തിന് കിട്ടിയതൊന്നും നഷ്ടപ്പെടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ എത്രയോ ഉറപ്പുകൾ ഇതിന് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. 80-20 ആക്കിയപ്പോഴും ഇതേപോലെയുള്ള ആനുപാതികം കടന്നു വന്നപ്പോഴും പറഞ്ഞിരുന്നു മുസ്ലിം സമുദായത്തിനൊന്നും നഷ്ടപ്പെടാനില്ല. അന്ന് നഷ്ടപ്പെട്ടിരുന്നു, ഇനിയും നഷ്ടപ്പെടും. മാത്രമല്ല, ഇതിന് അധികമായി വരുന്ന ഫണ്ടുകൾ വെക്കുന്നത് ഓരോ വർഷം കഴിയുമ്പോഴും ബജറ്റ് നമുക്കറിയാം, ബജറ്റിൽ ഇതിന് അധിക ഫണ്ട് വെക്കുന്നത് വളരെ കുറഞ്ഞ ഫണ്ടുകളാണ്. ഓരോ കാലം കഴിയുമ്പോഴും കുറഞ്ഞ ഫണ്ടുകളാണ് വെക്കുന്നത്. ഈ വർഷം ഫണ്ട് വെച്ചിട്ടുണ്ട്, അടുത്ത വർഷം ചിലപ്പോൾ ഇനി ഫണ്ട് ഉണ്ടോ എന്നറിയില്ല. ഈ 100 അപേക്ഷ 140 ആകുന്നു, ഇനി അടുത്ത വർഷം അത് മാറുമോ എന്നറിയില്ല. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ എന്തും പറയാം, പക്ഷെ അത് രേഖയല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇതിൽ കൃത്യമായി കേരള സർക്കാർ നിയമ നടപടി എടുത്തുകൊണ്ട് തന്നെ കൃത്യമായ വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് കൃത്യമായ രേഖയോടുകൂടി ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ആവശ്യമാകുന്ന നടപടികൾ എടുക്കണമെന്നാണ് ഈ മുസ്ലിം യൂത്തിന് പറയാനുള്ളത്, ഇവിടുത്തെ മുസ്ലിം സംഘടനകൾക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിപ്പിച്ച് പറയുന്നില്ല. ഇവിടെ ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു വലിയ പ്രശ്നം സൃഷ്ടിച്ചെടുക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. അതിന് ചൂട്ടുപിടിക്കുകയോ കൂടിയാണ് ഇവിടുത്തെ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി നമുക്ക് കാര്യം മനസ്സിലാക്കണം. ഇവിടുത്തെ സമൂഹം എന്ന് പറയുന്നത്, കേരളത്തിലെ ജനസമൂഹം എന്ന് പറയുന്നത് കൃത്യമായി നമുക്കറിയാം, സർവ്വ സാഹോദര്യത്തോടുകൂടി ഐക്യത്തോടുകൂടി എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഇവിടുത്തെ ക്രിസ്ത്യനും മുസ്ലിമാനും ഹൈന്ദവനും എല്ലാവരും തുല്യതയോട് കൂടി
കടന്നു പോകുമ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ അല്പം ചെറിയ ചെറിയ സ്വരച്ചേർച്ചകൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിൽ വിഭിന്നമായ ആശയങ്ങൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുവാനും സമൂഹത്തിന്റെ ഇടയിൽ ഇവിടെയുള്ള കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടും ഇവിടുത്തെ രാജ്യത്തിന്റെ അഖണ്ഡതയും കേരള സംസ്ഥാനത്തിന്റെ എല്ലാം ആകുന്ന സാഹോദര്യം തകർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ചൂട്ടുപിടിക്കുന്ന കേരള സർക്കാരിന്റെ നയങ്ങളും നടപടികളും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അർഹതപ്പെട്ട അംഗീകാരം നൽകണം. അത് മുസൽമാന് മാത്രമല്ല, പിന്നോക്കക്കാരാകുന്ന മുഴുവൻ ആളുകളെയും മുന്നോക്കത്തിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമാകുന്ന വിദ്യാഭ്യാസം നൽകി, അവർക്ക് ആവശ്യമാകുന്ന സാമൂഹ്യപരമാകുന്ന കാര്യങ്ങൾ നൽകി എല്ലാവരെയും മുന്നോക്കത്തിലേക്ക് കൊണ്ടുവന്ന് ഒരു സുസ്ഥിരമാകുന്ന ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ആവശ്യമാകുന്ന നടപടികളുമായി മുന്നോട്ട് പോകണം. ഇൻഷാ അല്ലാഹ് ഇത്തരത്തിൽ കേരള സർക്കാർ മറ്റു രാഷ്ട്രീയ മതസംഘടനാ നേതാക്കന്മാരെ, പ്രതിനിധികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിൽ കോവിഡ് പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലും ഇത്ര പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് മുസ്ലിം സമൂഹത്തിലെ യുവസംഘടനകൾ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ അങ്ങാടികളിലിറങ്ങി ശബ്ദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് വളരെ കൃത്യമായി ഇവിടെ നേരത്തെ സൂചിപ്പിച്ച SKSSFന്റെ പ്രതിനിധിയും അതുപോലെ തന്നെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷിയാബ് സാഹിബും വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചു കഴിഞ്ഞു. എന്നെ കേൾക്കുന്ന ഇവിടുത്തെ നാട്ടുകാരോട് സ്നേഹത്തോടെ പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും തന്നെ കുട്ടക്കിണറ്റിലെ തവളകളെ പോലെയായി മാറരുത് എന്നാണ്. പത്രങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ, നമ്മുടെ അങ്ങാടികളിൽ ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ, ഇത് സാധാരണ കവലകളിൽ നടക്കാറുള്ള സമര കോപ്രായങ്ങൾക്കപ്പുറം ഒന്നുമല്ല. അതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കാതെ ഒരല്പം പോലും അതിനെ ശ്രവിക്കാനോ ചിന്തിക്കാനോ ശ്രമിക്കാതെ തിരിഞ്ഞു കളയരുത് എന്ന് വളരെ വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. ഇവിടുത്തെ ചർച്ച ചെയ്യുന്ന വിഷയത്തെപ്പറ്റി വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിച്ചതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ വീണ്ടും ആവർത്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ത്യയിലെ വിഭജനാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിൽ വലിയ രീതിയിലുള്ള അപരവൽക്കരണം നേരിടുന്നു എന്നും, പ്രത്യേകിച്ചും ഗുജറാത്തിലടക്കമുള്ള പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾ വലിയ രീതിയിലുള്ള വംശഹത്യ നേരിട്ടപ്പോൾ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും ഒരു അരക്ഷിതമായിട്ടുള്ള ബോധവും സമൂഹത്തിൽ നിന്നും മുസ്ലിങ്ങൾ ഉൾവലിയുന്ന ഒരു സാഹചര്യവുമൊക്കെ ഉണ്ടായപ്പോൾ മുസ്ലിം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്ന ആലോചനയുടെ പുറത്ത് ഒരു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ നടപ്പിലാക്കേണ്ടതുണ്ടോ അവരൊക്കെ ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ എന്ത് ചെയ്യും, തങ്ങളുടെ ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ രജീന്ദർ സച്ചാറിന് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥകളെപ്പറ്റി പഠിക്കുവാനും അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് പഠിച്ചവതരിപ്പിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കുകയും 2006 അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള രജീന്ദർ സച്ചാർ കമ്മിറ്റി സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിന്റെ പുറത്ത് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായി സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യുകയുണ്ടായി. പല സംസ്ഥാനങ്ങളും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാനും നിങ്ങളും നിൽക്കുന്ന നമ്മുടെ ഈ സംസ്ഥാനത്തിനത് നടപ്പിലാക്കാനുള്ള നിർദ്ദേശം വന്നപ്പോൾ ഇവിടെ കേരളത്തിലെ സ്ഥിതി വേറെയാണ്. അതുകൊണ്ട് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ നടപ്പിലാക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നതിലൂടെ, അതുപോലെ തന്നെ ഒരു പാലോളി കമ്മിറ്റിയെ അതിനു വേണ്ടിയിട്ട് വെക്കുന്നതിലൂടെ അവിടെ നിന്നും തുടങ്ങിയതാണ് മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾക്ക് അള്ളുവെക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ അവിടെ നിന്നും ആരംഭിച്ചതാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്കോളർഷിപ്പിന്റെ വിഷയം വന്നപ്പോൾ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമായിട്ട് അലോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒന്നിൽ നിന്ന് മുസ്ലിം എന്നുള്ള ആ ഒരു നാമം വളരെ ആസൂത്രിതമായി എടുത്തു മാറ്റിയിട്ട് ന്യൂനപക്ഷം എന്നുള്ള ഒരു പദം അവിടെ തിരികെ കയറ്റിയിട്ട് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേൾക്കുന്ന ആളുകൾ എന്താ കരുതുന്നത്, ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ഇതെന്താണ് മുസ്ലിങ്ങൾക്ക് മാത്രം ഇത്രത്തോനെ 80%,
ഞങ്ങൾക്കെന്താണ് 20% ആരായാലും ചിന്തിച്ചു പോകും. അത്തരത്തിൽ ആളുകളെ ചിന്തിക്കുകയും അത്തരത്തിലുള്ള ചിന്തകളെ വർഗീയമായി തീക്കൊളുത്തി അതിനെ ഒരു കാട്ടുതീ പോലെ ഈ സാഹോദര്യത്തോടെ സ്നേഹത്തോടെ കഴിയുന്ന ഈ ജനതയുടെ ഉള്ളിൽ ഒരു വിഷമായി വിഷവിത്ത് പാകുവാനുള്ള സാഹചര്യം ഒരുക്കിയത് ആരാണ്? ഇപ്പൊ ആളുകൾക്ക് കരുതിയത് എന്താണ്? മുസ്ലിങ്ങൾ എന്തൊക്കെയോ അനർഹമായിട്ട് ഇത്രയും കാലം വാങ്ങിക്കൂട്ടി മുസ്ലിങ്ങൾക്ക് മാത്രമായി ലഭിക്കേണ്ട ഒന്നിൽ നിന്ന് അവരുടെ ഔദാര്യമായിട്ട് മറ്റു ചില ആളുകൾക്ക് കൊടുത്തോട്ടെ എന്ന് കരുതിയപ്പോ അവസാനം ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ മുസ്ലിങ്ങൾ എന്തൊക്കെയോ അനർഹമായി വാരിക്കൂട്ടുന്നു എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വർഗീയ ചുവയുള്ള സംസാരങ്ങളും ചർച്ചകളും സജീവമായി കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ എവിടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു സ്കോളർഷിപ്പിലും അതുപോലെ തന്നെ സംവരണത്തിലും മാത്രം ചുരുങ്ങുന്നതല്ല. മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രങ്ങളിൽ അവരുടെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ബിരുദം കഴിഞ്ഞിട്ട് ഒരു പണിയില്ലാതെ തേരാപാര നടക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത്തരത്തിൽ നടക്കുന്ന ആളുകളെ കൃത്യമായിട്ട് അവർക്ക് ജോലി നൽകിയിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉതകുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അടക്കം അഥവാ ഒരു ഫിനിഷിംഗ് കോഴ്സുകൾ അടക്കം ഇതിന്റെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന രീതിയിൽ ബിരുദം കഴിഞ്ഞിറങ്ങുന്ന ആളുകളെ ജോലിക്ക് പ്രാപ്തമാക്കുന്ന രീതിയിൽ അവർക്ക് പരിശീലനങ്ങൾ കൊടുക്കണം. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരണം. ഇങ്ങനെ പല നിർദ്ദേശങ്ങളുണ്ട്. ഇതിന്റെ പുറത്തൊക്കെ ഇത്തരത്തിലുള്ള മർമ്മപ്രധാനമായ പല നിർദ്ദേശങ്ങളും അവഗണിച്ച് നടപ്പിലാക്കാതെ ഞങ്ങൾ എന്തൊക്കെയോ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്ന് വരുത്തി തീർത്ത് അതിൽ തന്നെ മുസ്ലിമീങ്ങൾ ഒരുപാട് അന്യായമായി ഒരുപാട് കൈപ്പറ്റി എന്ന ഒരു തോന്നലൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് സമൂഹത്തെ കൃത്യമായിട്ട് ഇത് ബോധവൽക്കരിക്കുകയും ഇത് ഒരിക്കലും തന്നെ ഒരു വർഗീയതയുടെ പുറത്തുള്ള സംസാരമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ അതിനു വേണ്ടിയിട്ട് ആർജവത്തോടെ ഊർജത്തോടു കൂടിയിട്ട് സംസാരിക്കുവാൻ ഞങ്ങൾ എന്നും മുന്നിലുണ്ടാവുമെന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഉൾക്കൊള്ളുന്ന ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ ഈ സമരത്തിന് എല്ലാ വിധത്തിലുള്ള പിന്തുണയും സഹകരണവും അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരത്തിന്റെ മുൻനിരയിൽ തന്നെ ഞങ്ങളുടെ പ്രസ്ഥാനമുണ്ടാവുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒരു യുവജന പ്രതിഷേധ സംഗമത്തിന്റെ അധ്യക്ഷൻ ഷിഹാബ് ഉണ്ടക്കൽ നമ്മോട് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചിട്ടുള്ള ബഹുമാന്യനായ അഡ്വക്കേറ്റ് ഷിഹാബ് സാഹിബ്, ഈ ഒരു സംഗമത്തിന് എത്തിച്ചേർന്നിട്ടുള്ള വിവിധ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ, ഭാരവാഹികളെ, ഈ ഒരു സംഗമത്തെ ദൂരെ നിന്നും വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇന്ന് മുസ്ലിം വിഭാഗം രാജ്യത്ത് വലിയൊരു അരക്ഷിതാവസ്ഥ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരേ തലത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങളും അവർക്ക് ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങളും ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് കേന്ദ്രം CAA പോലെയുള്ള നിയമങ്ങൾ പിന്നിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. ഇവിടെ കേരളത്തിൽ ഈ ഒരു സർക്കാർ മുസ്ലിങ്ങൾക്ക് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ, അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മറ്റുള്ള വിഭാഗത്തിന് കൂടി നൽകുന്നു. എന്നാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ഇങ്ങനൊരു സ്കോളർഷിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള പദ്ധതികൾ കൊണ്ടുവന്നത് എന്ന് മറച്ചു വെച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് മാത്രം ചിലത് ലഭിക്കുന്നു എന്നുള്ള തെറ്റായൊരു ധാരണ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ മുസ്ലിം സമുദായം മറ്റൊരു സമുദായത്തിന് ലഭിക്കേണ്ട ഒരവകാശങ്ങളും ഒരിക്കലും തട്ടിയെടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട എന്തെങ്കിലും സ്കോളർഷിപ്പുകളോ പദ്ധതികളോ മുസ്ലിം സമുദായം അവരുടേതാക്കി മാറ്റിയിട്ടുമില്ല. 80% മുസ്ലിങ്ങൾക്കല്ല, 80 മറിച്ച് 100% ലഭിക്കേണ്ടതാണ് 80 മുസ്ലിങ്ങളെ അംഗീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് പിണറായി സർക്കാർ കോടതി വിധി നടപ്പിലാക്കുന്നു എന്ന പേരിൽ വീണ്ടും മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ വീണ്ടും കുറക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് ഓരോ ജനാധിപത്യ വിശ്വാസിയുടെയും
ധർമ്മമാണ്. അതൊരു മുസ്ലിം സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൻ്റെയോ മാത്രം ഉത്തരവാദിത്തമല്ല. മറിച്ച് ഇന്നത് മുസ്ലിം സമുദായത്തിലാണ് നേരിട്ടതെങ്കിൽ നാളെ നിങ്ങൾക്കും അത് വരും. മുസ്ലിം സമുദായത്തിൻ്റെ അകത്ത് തന്നെ ഉള്ള ചില ആളുകൾ ബോധപൂർവ്വം ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അവർക്ക് അവരുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ വളരെ കൃത്യമായി നടക്കണം, ഒന്നാമത്തെ സെഫിൽ തന്നെ സീറ്റ് കിട്ടണം, ഇത്തരം കാര്യങ്ങളിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. എന്നാൽ ഈ ഒരു അവകാശ പോരാട്ടത്തിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിൽ അവരെ കൂടി വിനീതമായി ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ ഒരു അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് എന്നുള്ളത് ആദ്യം സൂചിപ്പിക്കുകയാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൽ കൂടുതൽ പറയാനുള്ളത്, ഇത് ഒരു തുടക്കം മാത്രമാണ്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി വ്യത്യസ്തമായ സംഘടനകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയുള്ള ഈ ഒരു സമരം ഒരു തുടക്കം മാത്രമാണ്. ഇനിയും സർക്കാർ ഈ ഒരു തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ അതിശക്തമായ സമരങ്ങൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തേണ്ടി വരും. ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ ഈ സമരം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നുകൂടി അതിന് എല്ലാവിധ പിന്തുണയും ഞാൻ ഉൾക്കൊള്ളുന്ന വിസ്ഡം യൂത്തിന്റെ എല്ലാവിധ പിന്തുണയും ഈ ഒരു സമര പരിപാടികൾക്ക് ഉണ്ടാകും എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഈ കോടതി വിധി വരുന്നതോടുകൂടി പാലോളി കമ്മിറ്റി റിപ്പോർട്ടിൽ ഇനി എന്താണ് നടപ്പിലാക്കാനുള്ളത്? പാലോളി കമ്മിറ്റി റിപ്പോർട്ട് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത ഒന്നാണ്. അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ചരിത്രത്തിലെ പല കാരണങ്ങൾ കൊണ്ട് പിന്നോക്കം പോയവരാണ് മുസ്ലിം സമുദായം. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യം സ്വതന്ത്രമായി 7 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും എല്ലാവർക്കും ഇവിടെ ഒരേപോലെയുള്ള സമത്വം നടപ്പിലായിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് ഈ മുസ്ലിം സമുദായം എഴുന്നേറ്റ് വരേണ്ടതുണ്ട്. അവർ ഉന്നതിയിലേക്ക് മുഖ്യധാരയിലേക്ക് വരേണ്ടതുണ്ട് എന്ന് ഇവിടുത്തെ മുന്നേ നമ്മെ ഭരിച്ചവർ വിദഗ്ധന്മാർ അവർ തയ്യാറാക്കിയതിന്റെ ഫലമായിട്ടാണ് രജീന്ദർ സച്ചാർ കമ്മിറ്റിയും അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ പാലോളി കമ്മിറ്റിയും നിലവിൽ വരുന്നത്. അതിന്റെ തർക്കങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. മറിച്ച് ഈ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നിടത്ത് അത് പല ആളുകൾക്കും പകുത്തു കൊടുത്തിട്ട് ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മുഖ്യമായ പ്രശ്നം. മുസ്ലിം സമുദായം അനർഹമായിട്ട് പലതും കൈയാളുന്നു എന്ന ഒരു മണ്ണൊരുക്കുകയാണ്. അത് ഫാസിസത്തിന്റെ അജണ്ടയാണ്. അത് അവർക്ക് നടപ്പിലാക്കണം. അത് അങ്ങനെ ഒരു സംവിധാനത്തെ, അങ്ങനെ ഒരു പ്രചണ്ഡ പ്രചാരണത്തെ ഈ നാട്ടിൽ മുഴുവനും പറഞ്ഞു പെരുത്തണം. അതിന്റെ ഭാഗമായിട്ടാണ് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കുള്ള മൊത്തത്തിലുള്ളതിൽ നിന്ന് 80% മുസ്ലിങ്ങൾ കവർന്നെടുക്കുന്നു. ബാക്കി 20% മറ്റാളുകൾക്കുള്ളൂ എന്നുള്ള ഒരു കള്ളപ്രചാരണം, കല്ലുവെച്ച നുണ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ്. അതിൽ സാധാരണക്കാരൻ പെട്ടുപോകും. ശരിയല്ലേ ഈ പറഞ്ഞത്? പക്ഷേ ഇത് മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. ഇത് അങ്ങാടികളിലുള്ള വെറുതെയുള്ള വൈകുന്നേരം നടക്കുന്ന എന്തെങ്കിലും ഒരു കവലപ്രസംഗമായിട്ട് മാറുന്നതിനപ്പുറം ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇതിൽ ഒന്നിച്ചു നിൽക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ പരമാവധി ഒന്നിച്ചു നിന്നുകൊണ്ട് നമുക്ക് ഒരു സമുദായം എന്ന് മാത്രമല്ല, മറിച്ച് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളുടെയും അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാ നമ്മൾ. ഒരാളുടെയും അനർഹതമായിട്ട് ഒന്നും നേടിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേത് വിട്ടുകൊടുക്കുമ്പോൾ ഒന്ന് കരയാനുള്ള ഒരു കൽപ്പെങ്കിലും നമ്മൾ കാണിക്കണം. മറിച്ച് മാറി നിന്നുകൊണ്ട് ഉറപ്പ് നിന്നിട്ടുണ്ട് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. മുസ്ലിം സമുദായത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് ഇപ്പോൾ അടുത്തതായി പറഞ്ഞിരിക്കുന്നു. പക്ഷെ നഷ്ടപ്പെടാൻ പലതുമുണ്ട്. കഴിഞ്ഞ നേരത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചത് ഇപ്പോഴും നിലനിൽക്കും. പണ്ടുണ്ടായിരുന്നവർക്ക് ഇപ്പോഴും ഉണ്ടാവും എന്നാ പറഞ്ഞത്. പക്ഷേ നമ്മൾ തിരിച്ചറിയണം, കുറച്ചു കാലം കഴിയുമ്പോൾ ആ പണ്ടുണ്ടായിരുന്ന അന്ന് കൊടുത്തിരുന്ന 1000 രൂപ തന്നെയായിരിക്കും 5 വർഷങ്ങൾക്ക് ശേഷവും. അതല്ലെങ്കിൽ ആ 100 പേര് തന്നെയായിരിക്കും വരും വർഷങ്ങൾ 10 15 വർഷങ്ങൾ കഴിയുമ്പോഴും ഉണ്ടാവുക എന്ന് നമ്മൾ തിരിച്ചറിയണം. കാലം മാറുന്നതിനനുസരിച്ച് ബജറ്റുകൾ മാറുമ്പോൾ ഈ സംഖ്യയിലും എണ്ണത്തിലും മാറ്റം വരികയില്ല. 2020 എത്രയാണോ കിട്ടിയിരുന്നത് അത് തന്നെയായിരിക്കും 2030 കിട്ടുക. അപ്പോഴേക്കും ജനസംഖ്യ കൂടിയിട്ടുണ്ടായിരിക്കും, പഠിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ജനസംഖ്യ അനുപാതികമായിട്ടുള്ള വർധനവുണ്ടാവുമ്പോഴും ഈ കിട്ടിയതേ കിട്ടുകയുള്ളൂ, പരമാവധി കുറയാനാണ് സാധ്യത.
അതുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ജനസംഖ്യ അനുപാതത്തിലായിരിക്കും ഇനി കൊടുക്കുക എന്ന് പറയുമ്പോ കേൾക്കുമ്പോ സാധാരണക്കാരൻ എല്ലാവരും പറയും ശരിയാണത്, അങ്ങനെ തന്നെയല്ല വേണ്ടത്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ചില പശ്ചാത്തലം അങ്ങനെയല്ല എന്ന് പറയുന്നവരുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളെ പോലെയല്ല കേരളത്തിന്റെ പശ്ചാത്തലം. കേരളം കുറച്ചൊക്കെ പുരോഗമി കൈവരിച്ചിട്ടുണ്ട്, ഇവിടുത്തെ മുസ്ലിങ്ങൾ കുറച്ചൊക്കെ ഉന്നമനത്തിലാണ് എന്ന് പറയുന്നവരുണ്ട്. പക്ഷേ രജീന്ദർ സച്ചാർ കമ്മിറ്റിയുടെ 177ാമത്തെ പേജിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നോക്കം തന്നെയാണ്. ദാരിദ്ര്യരേഖയിൽ 30% ആളുകൾ ഇപ്പോഴും കേരളത്തിലെ മുസ്ലിങ്ങളാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ 30%. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ കുറച്ച് കാണുന്ന ബിൽഡിങ്ങുകളും കുറച്ച് ഗൾഫും അതിന്റെ പളപളപ്പും കൊണ്ട് മുസ്ലിങ്ങൾ എന്തൊക്കെ നേടി എന്ന് പറയുന്നവരെ മനസ്സിലാക്കണം. കേരളത്തിലെ മുസ്ലിങ്ങൾ ഇന്ന് വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ പിന്നിൽ തന്നെയാണ് കണക്കുകൾ നോക്കുമ്പോ. അതുകൊണ്ട് അവർക്ക് കിട്ടേണ്ടത് കിട്ടണം. സംഘപരിവാറിന്റെ ആസൂത്രിതമായ ശ്രമത്തിന് കുയലൂത്ത് ഊതുന്നവരായിട്ട് ഇടതുപക്ഷ സർക്കാർ മാറരുത് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭരണത്തിൽ കയറുന്ന സന്ദർഭങ്ങളിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ നെഞ്ചുവിരിച്ച് ഞങ്ങൾ മുന്നിലുണ്ടാവും. ചിറക് പിടിച്ച് തള്ളക്കോയി തന്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സംഘപരിവാർ പറയുന്ന ഒരു കള്ള നുണയെപ്പോലും പ്രതിരോധിക്കാൻ കോടതിയിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ അത് പ്രതിരോധിച്ചിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു. കോടതി അതിന്റെ വശങ്ങൾ നോക്കിയിട്ട് വിധി പറയുക. പക്ഷേ കോടതിയിൽ നിങ്ങൾ യഥാസമയത്തിൽ ഗവൺമെന്റ് വക്കീലന്മാർ ഇത് വാദിച്ചിരുന്നെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടുത്തെ നിങ്ങൾക്ക് അതിനുമായി ഒരു സത്യവാങ്മൂലം എടുത്തിരുന്നെങ്കിൽ, അതിൽ മുകളിലുള്ള കോടതിയെ സമീപിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഉണ്ടാവുമായിരുന്നില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളെ നിങ്ങൾ കാലോചിതമായിട്ട് മുൻകൂട്ടി സംഘപരിവാറിന് വേണ്ടിയിട്ട് കുയലൂത്ത് നടത്തുകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇടതുപക്ഷം പിന്മാറണം, ഭരണകൂടം പിന്മാറണം, മറിച്ച് നൽകേണ്ട അവകാശങ്ങൾ നൽകുന്നിടത്ത് നിങ്ങൾ ഉണ്ടാവണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബോർഡ് തന്നെ പ്രത്യേകമായിട്ട് രൂപീകരിക്കണം. അതാണ് ഈ മുസ്ലിം യൂത്ത് കോർഡിനേഷൻ പറയുന്ന ഒന്നാമത്തെ കാര്യം. ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് മാറ്റിയിട്ട് മുസ്ലിം ബോർഡായിട്ട് രൂപീകരിക്കപ്പെടണം. പാലോളി സർക്കാർ കമ്മിറ്റിയിലെ മുഴുവൻ സംഗതികൾ നടപ്പിലാക്കണം. അത് കേവലം ഒരു സ്കോളർഷിപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് വിദ്യാഭ്യാസത്തിന്റെ പകല മേഖലകളിലേക്ക് അത് പോകും, ആരോഗ്യ മേഖലകളിലേക്ക് പോകും, പാർപ്പിട മേഖലകളിലേക്ക് പോകും, വ്യാവസായിക മേഖലകളിലേക്കും സാമൂഹിക മേഖലകളിലേക്കും പോകും. അതൊക്കെ നടപ്പിലാക്കുവാൻ സന്നദ്ധമാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, അതല്ലാത്ത പക്ഷം ഇത്തരം സംരംഭങ്ങളുമായിട്ട് മുന്നേ പോകുന്നവർക്കൊപ്പം നിൽക്കുവാൻ ഫെയർ പാർട്ടി ഉണ്ടാവും, ഒരുപടി അതിന്റെ മുന്നിൽ നടക്കുവാനും ഉണ്ടാവും. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതിനുശേഷം ഒരുപാട് കമ്മീഷനുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ കമ്മീഷനുകളൊക്കെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സർക്കാർ വന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. ആ കമ്മീഷന്റെ പഠനം നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്നതാണ്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് മുസ്ലിങ്ങൾ 47% സർക്കാർ സർവീസുകളിൽ ഉണ്ടായിരുന്നു. പക്ഷേ സച്ചാർ കമ്മീഷൻ പുറത്തു വന്നപ്പോ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എത്രയാണ്? 4.7% നമ്മൾ സർക്കാർ സർവീസിലുള്ളത്. എല്ലാ മേഖലയിലും അങ്ങനെ തന്നെയാണ്. എല്ലാ മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഇവർ കണ്ടെത്തിയിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 3 പ്രശ്നങ്ങളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് 3 പ്രശ്നങ്ങൾ? ഒന്ന് ഐഡന്റിറ്റിയാണ്. നമുക്കറിയാലോ, ഐഡന്റിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഒരു സമയത്താണ് നമ്മൾ കോവിലേക്ക് കടന്നു വന്നത്. നമ്മളെ സ്വത്ത് ബോധത്തെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മളിവിടെ ജീവിക്കേണ്ടവരല്ല എന്ന് പറയുന്ന തരത്തിലേക്ക്, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് സച്ചാറിന്റെ കണ്ടെത്തലുകൾ വന്നു എന്നുള്ളത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതാണ്. പിന്നീട് മറ്റൊരു പ്രശ്നം എന്തായിരുന്നു? സെക്യൂരിറ്റിയാണ് രണ്ടാമത്തത്. സെക്യൂരിറ്റിയെ കുറിച്ച് നമുക്കറിയാം. ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ സെക്യൂരിറ്റി അവസ്ഥ എന്താ? ഏറ്റവും പിന്നോക്കം പോയ സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ, സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ ഇന്ന് നമ്മൾ വളരെ പിന്നിലാണ്. മൂന്നാമതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അത് സമത്വമാണ്. സത്യത്തിൽ പറഞ്ഞാൽ സച്ചാർ കമ്മിറ്റി പഠിച്ചിട്ടുള്ളത്, സച്ചാർ കമ്മിറ്റി ചർച്ച ചെയ്തിട്ടുള്ളത് ഇക്വിറ്റിയെ കുറിച്ച് മാത്രമാണ്. എങ്ങനെ ഇവിടെ പ്രയാസം അനുഭവിക്കുന്ന ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആളുകളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാമെന്നുള്ള ഒരു ശ്രമം മാത്രമാണ് ജസ്റ്റിസ് സച്ചാർ നടത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു കമ്മീഷൻ, ഒരു ശുപാർശകൾ വരുമ്പോ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തം ഭരണകൂടത്തിനാണ്. ഇന്ത്യയുടെ ഭരണഘടനയിൽ കൃത്യമായി പറയുന്നുണ്ട്, എല്ലാ മതവിഭാഗങ്ങൾക്കും തുല്യമായ അവകാശങ്ങൾ വീതിച്ചു നൽകാൻ ഇവിടുത്തെ ഭരണാധികാരികൾ സന്നദ്ധരാകണം.
പക്ഷെ നമ്മൾ കണ്ടതെന്താ? കേരളത്തിന്റെ സാഹചര്യം എടുത്ത് പരിശോധിച്ച് നോക്കാം. ഈ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നടപ്പിലാക്കി. പക്ഷെ കേരളം 1 വർഷമാണ് കേരളം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. എന്ത് പറഞ്ഞുകൊണ്ട്? ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഒരു കമ്മീഷനെ വെച്ചു. ഇവിടെ പലരും സൂചിപ്പിച്ചല്ലോ, രജീന്ദ്ര സച്ചർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ കുറച്ചെങ്കിലും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിൽ നിൽക്കുന്ന വിഭാഗം ഇവിടുത്തെ കേരളത്തിലെ ജനതയാണെന്ന് കൃത്യമായി പറഞ്ഞതാണ്. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഇനിയും ഒരുപാട് നമ്മൾ നേടേണ്ടതുണ്ട് എന്ന് കൃത്യമായി അടിവരയിട്ടുകൊണ്ട് അത് നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചെയ്യേണ്ടത്. പക്ഷെ ഗവൺമെന്റ് മനഃപൂർവ്വം അതിനെ പിന്തിപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പാലോളി കമ്മിറ്റി എന്നൊരു പേരിട്ടുകൊണ്ട് തങ്ങളുടെ സ്വന്തം പേരിലാക്കാനുള്ള കുൽസിതമായ ശ്രമങ്ങളാണ് അന്നത്തെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഫലമെന്താ? പാലോളി കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് നമുക്കറിയാം. എത്ര നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, എന്ത് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയത് നമുക്കറിയാം. ഓരോ ദിവസവും നമ്മളുടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പഠിക്കാനുള്ള കോച്ചിങ് സെന്ററുകൾ അടച്ചുപൂട്ടിയിട്ട് ദിവസങ്ങളായിട്ടുള്ളൂ. ഓരോന്നോർ നടപ്പിലാക്കിയ എല്ലാ സംവിധാനങ്ങളെയും ഈ ഗവൺമെന്റ് ഓരോന്നായി ഇല്ലാതാക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അറബിക് സർവകലാശാലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഉറുദു IIT കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, നടപ്പിലാക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്ന പദ്ധതികൾക്ക് തുരങ്കം വെക്കുന്ന നയസമീപനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ള പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഒരു മനോഹരമായ രാജ്യമാണ്. ഇവിടെ എല്ലാവരും ഒരേ രൂപത്തിൽ ജീവിക്കുന്നു. എല്ലാവരും ഏകോദര സഹോദരന്മാർ പോലെ ജീവിക്കണം. അതുകൊണ്ട് നമുക്കറിയാം, ഒരു വീട്ടിൽ ഒരു 5 കുട്ടികൾ രക്ഷിതാവിനുണ്ടെങ്കിൽ അതിലൊരു കുട്ടി ഏറ്റവും ശുഷ്കിച്ചു പോയെങ്കിൽ, അതല്ലെങ്കിൽ ആരോഗ്യപരമായി എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ആ കുട്ടിയെ ഡോക്ടറെ കാണിക്കും, അല്ലെങ്കിൽ ആ കുട്ടിക്ക് അധികമായിട്ട് എന്തെങ്കിലും നൽകും. ആ കുട്ടിയെ എങ്ങനെയെങ്കിലും മറ്റുള്ള കുട്ടികളോടൊപ്പം എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ വേണ്ട വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തും. അതേ ഇവിടെയും സംഭവിക്കുന്നുള്ളൂ. ഇവിടെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമുദായമാണ്. രജീന്ദ്ര സച്ചർ പറഞ്ഞ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ഇന്ന് ഇന്ത്യയിൽ ദളിതുകളെക്കാൾ അതുപോലെ തന്നെയുള്ള പട്ടികജാതിക്കാരെക്കാൾ ഏറ്റവും കൂടുതൽ പിന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് ഈ മുസ്ലിം സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ? ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ആ രാജ്യത്തിലുള്ള ഏതെങ്കിലും ജനവിഭാഗത്തിന്റെ പുരോഗതി മാത്രമല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതല്ലേ? എല്ലാ വിഭാഗങ്ങളും ഉയർന്നു വരാനുണ്ട്. അതിൽ മുസ്ലിങ്ങൾ വേണം, അതിൽ ഹിന്ദുക്കൾ വേണം, അതിൽ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങൾ വേണം. എല്ലാ ജനവിഭാഗങ്ങളുടെയും അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമാണ് ഒരു ഭരണാധികാരികൾ രാജ്യത്ത് ചെയ്യാനുള്ളത്. അതിനുവേണ്ടിയാണ് ഇങ്ങനത്തെ കമ്മീഷനുകൾ വെക്കുന്നത്. പക്ഷെ ആ കമ്മീഷന്റെ ശുപാർശകളിലൊക്കെ വെള്ളം ചേർത്തുകൊണ്ട് ഒരു സമുദായത്തെ പടിയടച്ച് പിണ്ടം വെക്കുന്ന രൂപത്തിൽ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇതിനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുക എന്നുള്ളത് മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും ഈ രാജ്യം ഇതുപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെയും എല്ലാവരുടെയും ഒരു ആഗ്രഹമായി മാറിയ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിന് നിങ്ങളുടെ മുഴുവൻ ആളുകളുടെയും പിന്തുണയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വരും കാലങ്ങളിൽ ഈ സമരവുമായി മുസ്ലിം യൂത്ത് കോർഡിനേഷൻ ചീക്കോട് പഞ്ചായത്ത് കമ്മിറ്റി മുന്നോട്ട് പോകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ സദസ്സുകൾ സംഘടിപ്പിച്ചു. ഇക്കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ തുടങ്ങുന്നത് മുതൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തെ രണ്ടായി വിഭജിക്കുന്നതിന് വേണ്ടിയിട്ട്, വർഗീയമായി വിഭജിക്കുന്നതിന് വേണ്ടി ഒരു ഭാഗത്ത് മുസ്ലിം സമൂഹത്തെ വേറിട്ട് നിർത്തിയിട്ട് അറ്റാക്ക് ചെയ്യുന്ന സമീപനം ഇടതുപക്ഷ കൺവീനർ വിജയരാഘവനിൽ നിന്ന് തുടങ്ങി. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ നാവ് അബദ്ധജടിലമായി ചലിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അത് ആസൂത്രിതമായിരുന്നു എന്ന കാര്യം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ പ്രധാനമായി ഉന്നയിക്കുന്ന വിഷയം 80-20 എന്ന അനുപാതം, അത് ഹൈക്കോടതിയിൽ പോയി ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങളിൽ 80% മുസ്ലിം ജനവിഭാഗത്തിന് കൊടുക്കുന്നു എന്ന രീതിയിൽ തെറ്റിദ്ധാരണാജനകമായി കേരളത്തിലെ പൊതുമണ്ഡലത്തെ, പൊതുസമൂഹത്തെ ഒരു സർക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന ഗൗരവമായ കാര്യമാണ് നമുക്ക് പൊതുജനത്തോട് പറയാനുള്ളത്. ഇതുപോലെയുള്ള ഒരു സദസ്സ് സംഘടിപ്പിക്കാൻ പ്രധാന കാരണം അതാണ്.
2006 മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റ് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, വിശിഷ്യ മുസ്ലിം വിഭാഗത്തിൽ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്നില്ല, ന്യൂനപക്ഷ വിഭാഗപ്പെട്ട മുസ്ലിം വിഭാഗത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചും പിന്നോക്കത്തെക്കുറിച്ചും പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കുകയും അതിന്റെ റിപ്പോർട്ട് വരികയും ചെയ്തപ്പോ ആ റിപ്പോർട്ട് ജസ്റ്റിസ് രവീന്ദ്ര സച്ചാർ കമ്മീഷൻ കണ്ടെത്തിയ കണ്ടെത്തലുകൾ അതിഭയാനകവും അതുപോലെ പേടിപ്പെടുത്തുന്നതുമായിരുന്നു എന്നതാണ് സത്യം. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതുപ്രകാരം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും മുസ്ലിം സമൂഹത്തിന് പ്രത്യേക പരിഗണനയും പാക്കേജും നൽകുന്നുണ്ട് എന്ന് ആ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും അത് നടപ്പാക്കാൻ വേണ്ടി പ്രത്യേക പാക്കേജുകൾ രൂപീകരിച്ചു. ആ പാക്കേജ് 100% അല്ലെങ്കിൽ ഇവിടെ വേറെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അത് ഏത് അനുപാതത്തിൽ നടന്നാലും, അത് ഏത് രീതിയിൽ നടന്നാലും, ഏത് സർക്കാരിന്റെ നയപരിപാടികൾക്ക് അനുകൂലമായി നിൽക്കാൻ ഇവിടെയുള്ള മുസ്ലിം സംഘടനകളും മുസ്ലിം യൂത്ത് ലീഗിനെ പോലെ, മുസ്ലിം ലീഗിനെ പോലെയുള്ള രാഷ്ട്രീയ സംഘടനകളും തയ്യാറാണ് എന്നുള്ളതാണ് വിഷയം. പക്ഷേ ഈ വിഷയം അങ്ങനെയല്ല. 100% മുസ്ലിം സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു പാക്കേജ് തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റിന് മുമ്പാകെ സമർപ്പിച്ച റിപ്പോർട്ട് അത് നടപ്പാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫെഡറൽ സംവിധാനമുള്ള ഒരു രാജ്യമെന്നുള്ള നിലയിൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇവിടെ നേരത്തെ എന്റെ പ്രിയപ്പെട്ട ഷിയാവ് പറഞ്ഞതുപോലെ ഇവിടെ അത് മറ്റൊരു പേരിലേക്ക് കൊണ്ടുവന്നു, പാലോളി കമ്മിറ്റിയാക്കി കൊണ്ടുവന്നു. എന്നാലും കുഴപ്പമില്ല, പാലോളി കമ്മിറ്റി അവർ പേരടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് ന്യൂനപക്ഷത്തിന്റെ ആളുകളെന്ന് കാലാകാലങ്ങളായി പറയുന്നതിന് വേണ്ടിയിട്ട് അവരത് പാലോളി കമ്മിറ്റിയുടെ പേരാക്കി പുതിയ പേരിട്ട് ഇവിടെ നടപ്പാക്കാൻ ശ്രമിച്ചു. അതിനും നമ്മൾ വിമർശിച്ചില്ല, അത് പൂർണ്ണമായി അംഗീകരിച്ചു. ഇവിടെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നത് ഈ കമ്മീഷനിൽ പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ മുസ്ലിം ജനവിഭാഗത്തിന് വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു റിപ്പോർട്ടിനകത്ത് പിന്നെ അതിൽ നിന്ന് 20% എടുത്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് 49% എടുത്ത് മറ്റ് സമൂഹത്തിന് കൊടുക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ്. ഇവിടെ ഇത് പറയാൻ പാടില്ല, വർഗീയത പറയുകയാണെന്ന് പറയാണ്. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോം കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് വിജയരാഘവനെ പോലെയുള്ള ആളുകൾ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ടാണ് കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി ഇടതുപക്ഷ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആസൂത്രിതമായ ശ്രമമാണ് എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. അത് ആരോപണം മാത്രമല്ല, വസ്തുതാപരമായി പരിശോധിച്ചാൽ തന്നെ ഈ വിഷയം ഏതൊരു മനുഷ്യനും മനസ്സിലാകുമെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റി ഉൾപ്പെടെ സംസ്ഥാനത്തിലുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്ന സംഘടനകൾക്കും അവരുമായി പിന്തുണക്കുന്ന ആളുകൾക്കും പറയാനുള്ളത് ഇത് പൂർണ്ണമായും മുസ്ലിം സമുദായത്തിന് അവകാശപ്പെട്ടതാണ്. അത് അവർക്ക് തന്നെ നൽകണമെന്നുള്ളതാണ്. കോടതിയിൽ കേസ് വന്നപ്പോൾ 80-20 എന്ന് തെറ്റിദ്ധരിച്ച് ഒരാള് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ നമുക്കറിയാം നിരവധി കേസുകൾ സംസ്ഥാന ഗവൺമെന്റ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അത് കൊടിസുനി അടക്കം പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയ ക്രിമിനലുകൾക്ക്, അതേപോലെ തന്നെ ഇവിടുത്തെ ബാർ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് കോടികൾ ചെലവഴിച്ചുകൊണ്ട് കേസ് നടത്തിയപ്പോൾ 1000 രൂപ കൊടുത്ത് ഒരു ഫീസ് കൊടുത്ത് ഒരു വക്കീലിനെ പോലും ഹൈക്കോടതിയിലേക്ക് പറഞ്ഞേക്കാതെ അവർ 80-20 ശരിയാണ് എന്ന തരത്തിലേക്ക് സർക്കാർ കൃത്യമായ നിലപാടെടുക്കാത്തതുകൊണ്ട് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഹൈക്കോടതി വിധി എത്ര ഹൈക്കോടതി വിധികൾ വന്നിട്ടുണ്ട് ഇവിടെ നടപ്പാക്കാത്ത നിരവധി വിധികൾ കേരള സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതി വാക്കാലും രേഖാമൂലം പരാമർശിച്ച നിരവധി വിധികളുണ്ട്. പക്ഷെ ഹൈക്കോടതി വിധി വന്ന പിറ്റേ ദിവസം മുതൽ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് കോച്ചിങ് സെന്ററുകൾ അടച്ചുപൂട്ടാൻ സർക്കാരിന്റെ സമീപനം സംശയത്തോടെയല്ല, കൃത്യമായ ആസൂത്രമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ വലിയ ജനകീയ സമരങ്ങൾ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ വേണം. ആ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതുപോലെയുള്ള ഒരു യൂത്ത് കോർഡിനേഷനുമായി ഈ റെപ്രസെന്റേഷൻ ഇന്ന് മുഴുവൻ പഞ്ചായത്തുകളിലും വന്നത്. മുഴുവൻ ആളുകളുടെയും സഹകരണം ഇനി വരുന്ന സമരങ്ങളിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നു നിർത്തുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും. സച്ചാർ കമ്മിറ്റി അട്ടിമറിക്കുന്ന LDF സർക്കാരിന്റെ ദുഷ്ചര്യക്കെതിരെ ഇത്തരത്തിലുള്ള സമരം ആരംഭിക്കുകയാണ്. ഇതൊരു സൂചനാ സമരമായി ചീക്കോട് പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി വ്യത്യസ്ത സംഘടനാ നേതാക്കന്മാരെയും മറ്റുള്ള ആളുകളെയും ഒന്നിച്ചുകൊണ്ട് എല്ലാവരെയും ഒരു കുടക്കീഴിലെത്തിച്ചുകൊണ്ട് ഈ സച്ചാർ കമ്മിറ്റി നിലപാടിനെതിരെ, കേരള സർക്കാരിന്റെ വഞ്ചനക്കെതിരെ ഒരു സമരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എൻ്റെ കർത്തവ്യം ഈ പരിപാടിയിൽ പങ്കെടുത്ത ഓരോ സംഘടനാ പ്രതിനിധികൾക്കും
മറ്റുള്ള എല്ലാവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു പ്രഭാഷണം ബന്ധപ്പെട്ട് വ്യത്യസ്തമായ കൃത്യമായ കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ SKSFിന്റെ പ്രതിനിധിയായി പങ്കെടുത്തുള്ള പ്രിയപ്പെട്ട ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി കൂടിയായിട്ടുള്ള എൻ്റെ സുഹൃത്തും കൂടിയായ പ്രിയപ്പെട്ട യൂനിസ് വൈസിയെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ISMനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്തുള്ള ഷറഫുദ്ദീൻ, അതുപോലെ മുജാഹിദ് വിഷ്ണു വിഭാഗത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് റഷാദ് ഒമാനുൻ, അതുപോലെ വെൽഫെയർ പാർട്ടി ചീക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ഫസുലക്ക്, അതുപോലെ മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറിയായ പ്രിയപ്പെട്ട മുബഷിർ ഒമാനുൽ, ഇതിന് അധ്യക്ഷം വഹിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്യാമുണ്ടക്കൽ, ഇതിന്റെ സ്വാഗത പ്രാസംഗികൻ, അതുപോലെ പ്രിയപ്പെട്ട സിദ്ദീഖ് പൊന്നാട്, ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കൃത്യമായിട്ട് ഈ ഒരു സച്ചാർ കമ്മിറ്റി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതി അട്ടിമറിച്ച് കേരള സർക്കാരിനെതിരെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ട്രഷറിയായിട്ടുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശിഹാബ്, അതുപോലെ ഈ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ പഞ്ചായത്ത് യൂത്ത്